ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡിന്നറിന് ടർക്കിഷ് ചിക്കനും പിന്നെ ബട്ടർ നാൻ ഉണ്ടാക്കാൻ വിചാരിച്ച്. ടർക്കിഷ് ചിക്കന് നല്ല ഹൈപ്പാണല്ലോ. അപ്പോൾ ടർക്കിഷ് ചിക്കന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ ബോൺലെസ്സും എടുക്കാം, ബോണുള്ളതും എടുക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കട്ടിത്തൈര് അല്ലെങ്കിൽ യോഗട്ട് ഇത് എടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. അങ്ങനെ 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാരിനേഷൻ കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് ഒരു പാൻ എടുക്കുക, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, വെജിറ്റബിൾ ഓയിൽ ഓർ ഒലിവ് ഓയിൽ ഏതെങ്കിലും ആയി. അങ്ങനെ ചിക്കനും പൊരിച്ചെടുക്കുക, തിരിച്ചും മറിച്ചിട്ടിട്ട് മൂടി വെച്ചിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് സോസാണ്. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു സ്ലൈസ് ബട്ടർ ഇട്ടിട്ട് അത് മെൽറ്റ് ചെയ്യിക്കുക. എന്നിട്ട് അതിലേക്ക് മൈദപ്പൊടി ഇടുക. വൈറ്റ് സോസ് എങ്ങനെ മൈദപ്പൊടി ഇട്ട് പിന്നെ പാലൊഴിച്ച് ഒന്ന് തിക്കനാകുമ്പോൾ സ്റ്റവ് ഒന്ന് പാന് മാറ്റി വെക്കുക. പിന്നെ ഈ ചിക്കന് ഒന്ന് വെന്തോ നോക്കുക. വെന്ത് വരുമ്പം ഈ വൈറ്റ് സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. പക്ഷേ എൻ്റെ വൈറ്റ് സോസ് അത്ര തിക്കനായിട്ടില്ല. നമുക്ക് തോന്നുന്നു മൈദ കുറഞ്ഞു പോയി. പിന്നെ ഞാൻ അതിനെ തിക്കനാക്കാൻ നിന്നിട്ടില്ല എൻ്റെ മടി കൊണ്ട്. പിന്നെ ഞാനത് അതിലേക്ക് അങ്ങനെ ഒഴിച്ചു. ഈ പാൻ്റെ ലിഡ് തുറക്കുമ്പോൾ തന്നെ നല്ല അരോമ കിട്ടുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രൈ ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് വരണം. എന്നിട്ട് ഇതിലേക്ക് ഈ സോസ് ഒഴിച്ചു കൊടുക്കുക. എൻ്റേത് പിന്നെ തിക്കനാവാത്തതുകൊണ്ട് കുറച്ച് വട്ടറി ആയിപ്പോയി. പ്രശ്നമില്ല, പക്ഷെ അത് തിളക്കുമ്പോൾ അത് നല്ല തിക്കായിട്ട് വരും. എന്നിട്ട് അത് മൂടി വെക്കുക. പിന്നെയും ഒന്ന് തിളച്ച് വരുമ്പം കുറച്ച് പിസ്സക്കെല്ലാം ഉപയോഗിക്കുന്ന മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏത് ചീസായാലും പ്രശ്നമില്ല, കയ്യിലുള്ള ചീസ് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊസറല്ല ഉള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്ത്. പിന്നെ പാൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക, ചീസ് മെൽട്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മെൽട്ടായി വരുമ്പം ഞങ്ങൾക്ക് വേണ്ട സ്പൈസസ് ചില്ലി ഫ്ലേക്സ് ഓർ പെപ്പർ അല്ലെങ്കിൽ ഒറിഗാനോ, പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഇപ്പം ചില്ലി ഫ്ലേക്സും കൊറിയാൻഡർ ലീഫും പിന്നെ പെപ്പർ പൗഡറാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇത് 3 ഇട്ട് കൊടുത്ത് അങ്ങനെ അത് പിന്നെ മൂടി വെച്ച്. പിന്നെ ഞങ്ങൾക്ക് ബട്ടർ നാൻ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് പൊന്തി കിട്ടുമല്ലോ. അപ്പോൾ DCLൻ്റെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അപ്പോൾ ചെറിയ ചൂടുള്ള പാലിൽ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ഇട്ട് അതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ മൈദ 1 കപ്പ്, അതിലേക്ക് സൺഫ്ലവർ ഓയിലും കേടും നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച പാലും ഇട്ട് നന്നായി ഡോ കുഴച്ചെടുക്കുക. അതിന് ശേഷം ഈ ഡോ 2ആയി കട്ട് ചെയ്ത് ചപ്പാത്തിക്കുള്ള ബോൾസ് പോലെ ആക്കി മാറ്റുക. അതിന് ശേഷം അതേ മൈദപ്പൊടിയിൽ പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാ ബോൾസും പരത്തിയെടുത്ത ശേഷം ഓവലിലാണ് കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ബട്ടർ നാനല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഓവൽ ഷേപ്പിലാണല്ലോ. അങ്ങനെ ഓരോന്നായി ഇടുക. അതിന് ശേഷം തവയിൽ ബട്ടർ നാനിൻ്റെ ഒരു സൈഡിലേക്ക് വെള്ളം പുരട്ടിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് പൊന്തിയിട്ട് വരും. അപ്പോൾ തന്നെ ഞങ്ങൾ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ്, പിന്നെ കറുത്ത വെള്ളമാണ് ഇട്ട് കൊടുക്കൽ. എൻ്റെ കയ്യിൽ കറുത്ത വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അത് പൊന്തി വരുമ്പം അതിലേക്ക് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു ഫ്ലേവർ, നല്ലൊരു അരോമ വരും. പിന്നെ അത് കഴിഞ്ഞ് അത് വേണമെങ്കിൽ ഡയറക്റ്റ് ചെറിയ ഫ്ലെയിമിലേക്ക് ഇതേ ബട്ടർ നാൻ കാട്ടി കൊടുക്കുക, ഇല്ലെങ്കിൽ പാനിൽ മറിച്ചിട്ടാലും മതി. അത്യാവശ്യം നല്ല സോഫ്റ്റോട് കൂടിയുള്ള നല്ലൊരു ബട്ടർ നാൻ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് റെസ്റ്റോറൻറ്റിനേക്കാളും ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ബട്ടർ നാൻ. അപ്പോൾ നല്ല ക്രീമി ചീസി ടെക്സ്ചറിലുള്ള ഞങ്ങളെ ടർക്കിഷ് ചിക്കനും ബട്ടർ നാനും ട്രൈ ചെയ്താലോ? അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാണ്.
അത് ഈ വീഡിയോയിൽ ഞാൻ കഴിക്കുന്നതിൻ്റെ കയ്പ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിന്, അപ്പോൾ ഓളോട് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ ഓള് കൈയോട് ലൈക്ക് ഇട്ടുകൊണ്ട് നിൽക്കുന്നു, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല തിന്നുന്നതിൻ്റെ ഇടയിൽ. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, മസ്റ്റ് ട്രൈ. എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ, സീ യു.